ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലൊരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുള്ളായി വരുന്ന ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും 3 ഡോട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലാണ് പോകേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചാറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ചാറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചൂസ് ലാംഗ്വേജ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം നിലവിൽ ഈ 4 ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. മലയാളമൊന്നും ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിലവിൽ അതായുള്ളൂ. വരുന്ന അപ്ഡേറ്റിലൊക്കെ പുതിയ ലാംഗ്വേജ് കൊണ്ടുവരും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സെറ്റപ്പ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 136 MB എന്നുണ്ട്. എല്ലാ വോയിസ് മെസ്സേജും ഈ ഒരു ലാംഗ്വേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MB സൈസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെറ്റപ്പ് നൗ എന്ന് കൊടുക്കുക. ട്രിക്ക് എങ്ങനെ നോക്കാം. ആദ്യം നമ്മളൊരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക, അയക്കേണ്ട ആളെ. ഇവിടെ വോയിസിൻ്റെ ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വോയിസിൻ്റെ അടിയിൽ നമ്മൾ പറയുന്ന, അതിപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഹൗ ആർ യു എന്ന് പറയുകയാണെങ്കിൽ അടിയിൽ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് വോയിസിൻ്റെ അടിയിൽ വരുന്നതായിരിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം, അയച്ചു കൊടുക്കുന്ന ആൾക്ക് വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റുന്നൊരു സന്ദർഭത്തിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വോയിസ് മെസ്സേജിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വോയിസ് മെസ്സേജിലുള്ള എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷിലുള്ള എല്ലാം തന്നെ വോയിസ് മെസ്സേജിൻ്റെ അടിയിൽ, വോയിസിൽ എന്താ പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിയിൽ ഒരു സബ് ടൈറ്റിൽ പോലെ അത് വരുന്നതായിരിക്കും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ. അത് നോക്കിക്കഴിഞ്ഞാൽ വോയിസ് കേൾക്കാതെ തന്നെ അത് വോയിസിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വാട്സപ്പ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ്. വരുന്ന അപ്ഡേറ്റിൽ പുതിയ ലാംഗ്വേജൊക്കെ വരും. എന്തായാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഇപ്പോൾ പ്രധാനപ്പെട്ടതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.